വിശദമായ റിപ്പോർട്ടിലേക്ക്. കേരളീയരുടെ റേഷൻ അരി ഇല്ലാതാക്കുന്ന കേന്ദ്ര നീക്കത്തിനെതിരെ LDF നേതൃത്വത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കടകൾക്ക് മുന്നിലും പ്രതിഷേധം സംഘടിപ്പിക്കാൻ തീരുമാനം. ഒക്ടോബർ 31-ന് ധർണയും പൊതുയോഗവും സംഘടിപ്പിക്കുമെന്ന് LDF കൺവീനർ വൈക്കം വിശ്വൻ പറഞ്ഞു. കേന്ദ്ര ഭക്ഷ്യ സുരക്ഷാ നിയമം നടപ്പാക്കാൻ കേരളത്തിന് സാവകാശം അനുവദിക്കണമെന്നും LDF ആവശ്യപ്പെട്ടു. റേഷൻ കാർഡിലെ പിഴവ് തിരുത്താനുള്ള സമയപരിധി അടുത്ത മാസം 5 വരെ നീട്ടി. അവധി ദിവസങ്ങളിലും അപേക്ഷകൾ സ്വീകരിക്കുമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി P. തിലോത്തമൻ പറഞ്ഞു. പ്രസിദ്ധീകരിച്ച പട്ടികയിന്മേൽ പരാതികളും ആക്ഷേപങ്ങളും കൊടുക്കേണ്ടത് ഒക്ടോബർ 30 വരെ എന്ന് നിശ്ചയിച്ചിരുന്നു. എന്നാൽ ഇന്നലെ വകുപ്പിൻ്റെ ചർച്ച നടക്കുന്ന ദിവസമായിരുന്നു നിയമസഭയിൽ. ആ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട MLA-മാരും അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റ് അഭ്യുതകാംക്ഷികളുമെല്ലാം അഭിപ്രായപ്പെട്ടത് കുറെക്കൂടി സമയം നീട്ടണം ആക്ഷേപങ്ങളും പരാതികളും കൊടുക്കുവാൻ എന്നാണ്. അതേക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചു. ആ ആക്ഷേപങ്ങളും പരാതികളും കൊടുക്കേണ്ട അവസാന തീയതി നവംബർ 5 എന്ന് നിശ്ചയിച്ചിരിക്കുകയാണ്. പീപ്പിൾ എക്സ്ക്ലൂസീവ്. സ്വത്ത് തർക്കം പരിഹരിക്കുന്നതിന്റെ മറവിൽ കോൺഗ്രസ് നേതാക്കൾ ഭൂമിയും വൻതുകയും തട്ടിയെടുത്തതായി പരാതി. റിട്ടയർഡ് മജിസ്ട്രേറ്റിന്റെ സ്വത്ത് തർക്കം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി T. സിദ്ദിഖും സംഘവും തട്ടിയെടുത്തത് കോടികളാണ്. T. സിദ്ദിഖ്, NK അബ്ദുറഹ്മാൻ, ഹബീബ് തമ്പി എന്നിവർ കൈക്കലാക്കിയത് 3.5 കോടി രൂപയും 1 ഏക്കർ ഭൂമിയുമാണ്. സിദ്ദിഖിനും സംഘത്തിനുമെതിരെ കോഴിക്കോട്ടെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ KPCC നേതൃത്വത്തിന് പരാതി നൽകി. താമരശ്ശേരിയിലെ റിട്ടയർഡ് മജിസ്ട്രേറ്റിന്റെ സ്വത്ത് തർക്കം പരിഹരിക്കുന്നതിന്റെ മറവിൽ T. സിദ്ദിഖും സംഘവും വൻതുകയും ഭൂമിയും തട്ടിയെടുത്തെന്നാണ് ആരോപണമുയർന്നിരിക്കുന്നത്. പരേതനായ കാവിൽ അബ്രഹാം ലിങ്കന്റെ ഉടമസ്ഥതയിലുള്ള 22 ഏക്കർ ഭൂമിയിൽ 1 ഏക്കറും 1,30,00,000 രൂപ വീതവും കോൺഗ്രസ് നേതാക്കളായ T. സിദ്ദിഖ്, NK അബ്ദുറഹ്മാൻ, ഹബീബ് തമ്പി എന്നിവർ കൈക്കലാക്കിയെന്ന് കാട്ടി കോഴിക്കോട്ടെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ KPCC നേതൃത്വത്തിന് പരാതി നൽകി. മക്കളില്ലാത്ത അബ്രഹാം ലിങ്കനെ ഭാര്യയുടെ മരണശേഷം പരിചരിച്ചിരുന്നത് ഭാര്യ സഹോദരി ജീൻ അർജുൻ കുമാറായിരുന്നു. തന്റെ പേരിലുള്ള 22 ഏക്കർ ഭൂമി ഉപയോഗിച്ച് മരണശേഷം ക്യാൻസർ രോഗികളെ സഹായിക്കാനായി ട്രസ്റ്റ് രൂപീകരിക്കണമെന്ന് ജീനിന്റെ പേരിൽ അബ്രഹാം ലിങ്കൻ ഓസ്യത്ത് എഴുതിയിരുന്നു. എന്നാൽ ലിങ്കന്റെ മരണശേഷം സഹോദരൻ ഈ ഭൂമിയിൽ കൃഷി ആരംഭിച്ചതോടെ കുടുംബാംഗങ്ങൾ തമ്മിൽ തർക്കം ഉടലെടുത്തു. ഈ തർക്കം പരിഹരിക്കാൻ വേണ്ടിയാണ് T. സിദ്ദിഖ് ഇടപെട്ടത്. അന്നത്തെ ഭരണ സ്വാധീനം ഉപയോഗിച്ച് സിദ്ദിഖും സംഘവും ഒത്തുതീർപ്പ് ഫോർമുല തയ്യാറാക്കി. ഭൂമി ഇരു കക്ഷികൾക്കുമായി വീതിച്ചു നൽകുന്നതിനായി 1.5 കോടി രൂപ വീതമാണ് ഇവർ ആവശ്യപ്പെട്ടത്. ഒടുവിൽ 1,30,00,000 രൂപ വീതവും 1 ഏക്കർ ഭൂമിയും കൈപ്പറ്റി പ്രശ്നം പരിഹരിച്ചതായും പരാതിയിൽ പറയുന്നുണ്ട്. ഭൂമി കോൺഗ്രസ് നേതാക്കളുടെ പേരിലേക്ക് മാറ്റിയെഴുതിയ ആധാരത്തിന്റെ പകർപ്പ് സഹിതമാണ് കോഴിക്കോട്ടെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ KPCC നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുന്നത്. PV കുട്ടൻ, കോഴിക്കോട്. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള വിധി LDF നിലപാടുകളെ സാധൂകരിക്കുന്നതാണ് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. എന്നാൽ വിധിക്കെതിരെ KPCC പ്രസിഡന്റ് VM സുധീരൻ പ്രതികരിക്കാൻ തയ്യാറായില്ല. ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ഭാവിയിൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് ബംഗളൂരു ജില്ലാ സെഷൻസ് കോടതി പുറപ്പെടുവിച്ച വിധി LDF നിലപാടുകളെ സാധൂകരിക്കുന്നതെന്ന CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. തന്റെ വാദം കേൾക്കാതെയാണ് കോടതിയുടെ വിധിയെന്ന ഉമ്മൻചാണ്ടിയുടെ മറുപടി സ്ഥാനത്തിന് നിരക്കാത്തതെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയായിരുന്നു എന്നതിൻ്റെ സാക്ഷ്യപത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. തൻ്റെ വാദം കേട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാനാണ് ഉമ്മൻചാണ്ടി ശ്രമിക്കുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിന് നിരക്കുന്നൊരു പ്രസ്താവനയല്ല. എന്നാൽ സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള കോടതി വിധിക്കെതിരെ KPCC പ്രസിഡന്റ് VM സുധീരൻ പ്രതികരിക്കാൻ തയ്യാറായില്ല. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളാരും പ്രതികരിക്കാൻ തയ്യാറായില്ലെങ്കിലും യുവ MLA-ആയ VT ബൽറാം പ്രതികരണവുമായി രംഗത്തെത്തി. ഉമ്മൻചാണ്ടിയെ വിമർശിച്ചുകൊണ്ട് ഫേസ്ബുക്ക് വഴിയാണ് ബൽറാം തന്റെ പ്രതികരണം അറിയിച്ചത്. പൊതുരംഗത്ത് സംശുദ്ധമാകണമെന്നും ക്രിയാത്മകമായ എല്ലാ ചർച്ചകളെയും സ്വാഗതം ചെയ്യുന്നുവെന്നും ബൽറാം ഫേസ്ബുക്കിൽ കുറിച്ചു. കേരളത്തിന് പുറത്ത് വിചാരണ നടന്നതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി ശിക്ഷിക്കപ്പെട്ടതെന്ന് സോളാർ കേസ് പ്രതി കൂടിയായ സരിത S. നായർ പ്രതികരിച്ചു. എത്ര സമർത്ഥമായി തെളിവുകൾ ഇല്ലാതാക്കിയാലും ദൈവത്തിന്റെ കയ്യൊപ്പ് അതിനുണ്ടാകുമെന്നും സരിത പറഞ്ഞു. മനസ്സിനകത്തുണ്ട്. പക്ഷേ എവിടെയാണെങ്കിലും ദൈവത്തിന്റെ ഒരു കയ്യൊപ്പ് എവിടെയുണ്ട്? ഏത് ക്രൈമിനകത്താണെങ്കിലും ദൈവത്തിന്റെ ഒരു ലൂപ്പ് ഹോൾ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് നമുക്ക് മായ്ച്ചു കളയാൻ പറ്റില്ല. സോളാർ കേസിൽ VS-ന് പരാതി നൽകാനെത്തിയപ്പോഴായിരുന്നു സരിതയുടെ പ്രതികരണം. ന്യൂസ് ഡെസ്ക്. IOC സമരം ഒത്തുതീർപ്പായി. ഗതാഗത മന്ത്രി AK ശശീന്ദ്രന്റെ അധ്യക്ഷതയിലായിരുന്നു ചർച്ചകൾ പുരോഗമിച്ചത്. ഇപ്പോൾ AK ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട് തത്സമയം.
ഡിസംബർ 3-ാം തീയതി വരെ നീട്ടിവെക്കാൻ തീരുമാനിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരപരിപാടികൾ ഉടൻ പ്രാബല്യത്തിൽ വരത്തക്ക വിധം പിൻവലിക്കാൻ സംഘടനാ പ്രതിനിധികളും സമ്മതിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾക്കാകെ ആശ്വാസം നൽകുന്ന ക്രിയാത്മകമായ നിലപാടുകളാണ് കോർഡിനേഷൻ കമ്മിറ്റിയും മാനേജ്മെൻറ്റും സ്വീകരിച്ചിട്ടുള്ളത്. ഈ രണ്ടുപേരെയും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഇതിനിടയിൽ ബന്ധപ്പെട്ടവരുമായി ഒറ്റക്കും കൂട്ടായും ചർച്ച ചെയ്ത് തൊഴിലാളികളുടെ താൽപ്പര്യം പരമാവധി സംരക്ഷിക്കുന്ന ഒരു നിലപാട് എത്തിച്ചേരാനുള്ള ശ്രമങ്ങളാണ് ഗവൺമെൻറ് നടത്തുക. ആ ശ്രമങ്ങൾ നടത്താനുള്ള സാവകാശം കൂടി എന്ന നിലയിലാണ് ഈ ധാരണയിൽ രണ്ട് വിഭാഗവും എത്തിച്ചേർന്നിട്ടുള്ളത്. അങ്ങനെ ഏത് പ്രശ്നമുണ്ടായാലും ചർച്ചകളിലൂടെ സമവായത്തിലെത്തി പരിഹരിക്കുക എന്ന നിലപാടിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ഒരു തീരുമാനം അവർക്ക് വേണ്ടി കൂടി മാധ്യമങ്ങളിലൂടെ പൊതുജനങ്ങളെ അറിയിക്കുകയാണ്. നാളെ രാവിലെ അല്ലേ, ഇവരൊക്കെ പോണ്ടേ? അല്ല, ടെൻഡർ നടപടികളുമായി ബന്ധപ്പെട്ടതാണ് എല്ലാം. ടെൻഡർ വ്യവസ്ഥകളിലെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണല്ലോ പ്രതിഷേധവും സമരവും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ടെൻഡർ നടപടികൾ എന്ന് പറഞ്ഞല്ലേ. ടെൻഡർ എന്ന് മാത്രം പറഞ്ഞാൽ പോരെ, ഇങ്ങനെയാണ് ഭാഷ. കഴിയുന്നത്ര വേഗം, അതിലൊന്നും ഒരു അതേ പറഞ്ഞു ഉടൻ പ്രാബല്യത്തിൽ എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് എന്നാണ് അതിനർത്ഥം. എത്രയും പെട്ടെന്ന് എന്നാണ്. അല്ല, അങ്ങനെ ഇപ്പം പറഞ്ഞാൽ പിന്നെ ഫർദർ ചർച്ചകൾക്ക് സ്കോപ്പില്ലല്ലോ. മരവിപ്പിക്കുക, അല്ലെങ്കിൽ ടെൻഡർ നടപടികൾ പ്രാബല്യത്തിൽ വന്നാൽ ആളുകൾ പിന്നെ ടെൻഡറിൽ പങ്കെടുക്കുകയും അങ്ങനെ കുറച്ച് പേര് പങ്കെടുക്കും. അതെ, ആരും ഒരു അതെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ അല്ല, മരവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ആ നടപടികൾ ഡിസംബർ 3 മുതൽ മാത്രമേ പിന്നെ ശേഷമേ ചെയ്യാവുള്ളൂ. അവിടെയും ഞങ്ങളൊരു ധാരണയിലെത്തിയിട്ടുണ്ട്. എന്തെങ്കിലും കാരണവശാൽ ഒരു ധാരണയിൽ എത്താൻ കഴിയാതെ പോവുകയാണെങ്കിൽ, അത് വിദൂര സാധ്യതയെ അതിനുള്ളൂ, എങ്കിൽ പോലും ഈ രണ്ടുപേരും ഗവൺമെൻറ്റുമായി സംസാരിച്ചതിന് ശേഷമേ എന്തെങ്കിലും മറ്റ് നടപടികൾ സ്വീകരിക്കുകയുള്ളൂ. അതിനൊരു വിദൂര സാധ്യത പോലുമില്ല. എന്തെങ്കിലും പിന്നെ ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കെല്ലാവർക്കും ഉള്ളത്. ഈ കാലത്തിനിടയിൽ ഇത്രയും സമയം എടുക്കാതെ തന്നെ ആ പ്രശ്നത്തിന് മൊത്തത്തിൽ പരിഹാരം കാണാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഈ കാര്യത്തിൽ ലേബർ മിനിസ്റ്റർ വഹിച്ച പങ്ക് അങ്ങേയറ്റം പ്രശംസനീയമായ പങ്കാണ്. തൊഴിലാളി സംഘടനകളും മാനേജ്മെൻറ്റും കോർഡിനേഷൻ കമ്മിറ്റിയും നല്ല നിലയിലുള്ള സഹകരണമാണ് സർക്കാർ തന്നിട്ടുള്ളത്. ഈ സഹകരണം വരും നാളുകളിലും കൂടുതൽ ശക്തിപ്പെടുത്തുന്ന വിധത്തിലുള്ള കാര്യങ്ങളായിരിക്കും എല്ലാവരും ചെയ്യുക. താങ്ക്സ്. IOC ടാങ്കർ സമരം ഒത്തുതീർന്നു. ടെൻഡർ വ്യവസ്ഥയിലെ അപാകതകൾ പരിഹരിക്കണം എന്ന് ആവശ്യപ്പെട്ടായിരുന്നു യഥാർത്ഥത്തിൽ സമരം നടന്നിരുന്നത്. ടെൻഡർ വ്യവസ്ഥയിലെ അപാകതകൾ പരിഹരിക്കാം എന്ന ധാരണയെ തുടർന്നാണ് സമരം നിലവിൽ അവസാനിക്കുകയും ചെയ്തത്. സംസ്ഥാനത്ത് ഇന്ധനക്ഷാമം വലിയ തരത്തിലേക്ക് രൂക്ഷമാകുന്ന ഒരു സവിശേഷമായ സാഹചര്യം കൂടി ഒത്തുചേർന്നിരുന്നു ഈ തൊഴിലാളികളുടെ പണിമുടക്കിനെ തുടർന്ന്. നിലവിൽ കൊച്ചി ഇരുമ്പനം പ്ലാന്റിലെയും ഒപ്പം കോഴിക്കോട് ഫറൂഖ് പ്ലാന്റിലെയും തൊഴിലാളികളായിരുന്നു പണിമുടക്കിയിരുന്നത്. ഗതാഗത മന്ത്രി AK ശശീന്ദ്രന്റെ അധ്യക്ഷതയിലായിരുന്നു തിരുവനന്തപുരത്ത് ഈ ഒത്തുതീർപ്പ് ചർച്ച, സമവായ ചർച്ച നിലവിൽ നടത്തി.
നടത്തിയിരുന്നത്. ഒരുപക്ഷേ ഈ ചർച്ച പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ മറ്റു മേഖലകളിലേക്ക് കൂടി സമരം ബാധിക്കുമായിരുന്നു. രൂക്ഷമായ ഇന്ധനക്ഷാമത്തിലേക്ക് കേരളം എത്തുമായിരുന്നു. കേരളത്തിലെ ഒട്ടുമിക്ക പെട്രോൾ പമ്പുകളും ഇന്നലെയോടുകൂടി തന്നെ അടച്ചിടുന്നൊരു സവിശേഷമായ സാഹചര്യവും നിലവിലുണ്ടായ സാഹചര്യത്തിലാണ് നിലവിൽ ഈ ചർച്ച തിരുവനന്തപുരത്ത് ഉണ്ടായതും ചർച്ച ഒത്തുതീർന്നു എന്ന സാഹചര്യം നിലവിൽ ഉണ്ടാവുകയും ചെയ്തത്. ഒരുപക്ഷേ ഈ ചർച്ച പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ BPCLിലേക്കും HPCLിലേക്കും സമരം വ്യാപിപ്പിക്കാനും തൊഴിലാളികൾ തീരുമാനിച്ചിരുന്നു. സമ്പൂർണ്ണമായി ഇന്ധനക്ഷാമം ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി നിലവിൽ ആയിരുന്നു. അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ എന്തായാലും ടെൻഡർ നടപടികളിലെ അപാകതകൾ പരിഹരിക്കാം എന്ന വ്യവസ്ഥയിലാണ് നിലവിൽ ഒത്തുതീർപ്പ് ഉണ്ടായിരിക്കുന്നത്. സോളാർ കേസിൽ DGP N ശങ്കർ റെഡ്ഡിക്കെതിരെ അന്വേഷണം. വിജിലൻസ് ഡയറക്ടറായിരിക്കെ സോളാർ കേസിലെ പരാതികൾ പൂർത്തി എന്ന പരാതിയിലാണ് അന്വേഷണം. നവംബർ 5 റിപ്പോർട്ട് സമർപ്പിക്കാൻ വിജിലൻസ് ഡയറക്ടർക്ക് തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ നിർദ്ദേശം. സോളാർ പദ്ധതിക്കായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് 1.5 കോടിയിലേറെ രൂപ കോഴ കൊടുത്തു എന്ന് സരിത എസ് നായർ വെളിപ്പെടുത്തിയിരുന്നു. ഈ വെളിപ്പെടുത്തൽ ശിവരാജൻ കമ്മീഷന് മുമ്പാകെയും മാധ്യമങ്ങൾക്ക് മുമ്പാകെയും സരിത നടത്തിയതിന്റെ പശ്ചാത്തലത്തിൽ 6ഓളം പരാതികളാണ് ഉമ്മൻചാണ്ടിക്കെതിരെ കഴിഞ്ഞ ജനുവരിയിൽ വിജിലൻസ് ഡയറക്ടറായിരുന്ന N ശങ്കർ റെഡ്ഡിക്ക് ലഭിച്ചത്. എന്നാൽ പരാതികളിൽ അന്വേഷണം നടത്താതെ അദ്ദേഹം 6 മാസത്തിലേറെ സ്വകാര്യ കസ്റ്റഡിയിൽ സൂക്ഷിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ശങ്കർ റെഡ്ഡിക്കെതിരെ പായിച്ചർ നവാസ് എന്ന വ്യക്തി തിരുവനന്തപുരം വിജിലൻസ് കോടതിയെ സമീപിച്ചു. കേസിൽ പ്രഥമദൃഷ്ട്യാ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയ തിരുവനന്തപുരം വിജിലൻസ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടു. നവംബർ 5 വിജിലൻസ് ഡയറക്ടർ റിപ്പോർട്ട് ഹാജരാക്കണമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. ശങ്കർ റെഡ്ഡി സോളാർ കേസിലെ പരാതികൾ പൂർത്തിയായിട്ടുള്ള വാർത്ത പീപ്പിൾ TV നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഹിന്ദുത്വം മതമല്ല, ജീവിതക്രമം മാത്രമാണെന്ന് മുൻ നിലപാടിൽ ഉറച്ച സുപ്രീം കോടതി. മതത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കരുത്, രാഷ്ട്രീയത്തിൽ നിന്നും മതത്തെ മാറ്റി നിർത്തണമെന്നും സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. ഹിന്ദുത്വം ജീവിതക്രമം മാത്രമാണെന്ന് 1995 വിധി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. രാഷ്ട്രീയ നേതാക്കളായ മനോഹർ ജോഷിയും NB പാട്ടീലും തമ്മിൽ 1995 ഒരു തെരഞ്ഞെടുപ്പ് കേസിലാണ് ഹിന്ദുത്വം മതമല്ല, ജീവിത രീതിയും മാനസികാവസ്ഥയുമാണെന്ന് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചത്. ഇത് പുനഃപരിശോധിക്കണമെന്നും ഹിന്ദുത്വത്തിന് കൃത്യമായ നിർവചനം നൽകണമെന്നും ആവശ്യപ്പെട്ട് പൊതുപ്രവർത്തകയായ ടീസ്റ്റ സെദൽവാദ് സുപ്രീം കോടതിയെ സമീപിച്ചു. ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഹർജിയിൽ വിശദമായ വാദം കേട്ടു. 1995 വിധി പുനഃപരിശോധിക്കേണ്ടതില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ ബെഞ്ച് സുപ്രധാനമായ നിരീക്ഷണങ്ങളും നടത്തി. മതത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കരുത്, ഭരണഘടനയുടെ അന്തസത്ത മതേതരത്വമാണ്, രാഷ്ട്രീയത്തിൽ നിന്നും മതത്തെ മാറ്റി നിർത്തണമെന്നും സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. മതത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കുന്നതിലൂടെ വിശ്വാസികളുടെ വൈകാരികതയെ ചൂഷണം ചെയ്യുകയാണെന്നും ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് അറിയിച്ചു. ഹിന്ദുത്വം ജീവിത രീതി മാത്രമാണെന്ന മുൻ ഉത്തരവിൽ മാറ്റം വരുത്തേണ്ടതില്ലെന്ന് ആവർത്തിച്ച സുപ്രീം കോടതി ഇതിനെതിരെ നൽകിയ ഹർജികൾ തള്ളി. ന്യൂസ് ബ്യൂറോ, ദില്ലി. IOC സമരം നിലവിൽ ഒത്തുതീർന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഗതാഗത മന്ത്രി AK ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ നടത്തിയ സമരത്തിലാണ് നിലവിൽ ഒത്തുതീർപ്പ് ഉണ്ടായിട്ടുള്ളത്. സുനിൽ അരുമാനൂർ ചേരുന്നു. സുനിൽ, ഈ ടെൻഡർ വ്യവസ്ഥയിലെ അപാകതകൾ പരിഹരിക്കണം എന്നതായിരുന്നല്ലോ തൊഴിലാളികളുടെ ആവശ്യം. ഇതിൽ എന്ത് തീരുമാനമാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത്? ഒപ്പം മറ്റ് ഒത്തുതീർപ്പ് ചർച്ചകൾ? അവരുടെ ടെൻഡർ വ്യവസ്ഥകളുടെ അപാകതകൾ പരിഹരിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു ആവശ്യം. അതുകൊണ്ട് തന്നെ ഈ ടെൻഡർ വ്യവസ്ഥകൾ താൽക്കാലികമായി മരവിപ്പിക്കാനാണ് ഇന്നത്തെ ഈ ചർച്ചയിൽ തീരുമാനമായത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തൊഴിലാളികളും ടാങ്കർ ലോറി ഉടമകളും നടത്തിയിരുന്ന സമരം പിൻവലിക്കാനായി തീരുമാനമായത്. ഈ ടെൻഡറിൽ പറഞ്ഞിട്ടുള്ള വ്യവസ്ഥകൾ സർക്കാരും അതുപോലെ തന്നെ ഈ IOCയിലെ മാനേജ്മെന്റ് പ്രതിനിധികളും തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയുമായിട്ട് വിശദമായി ചർച്ച നടത്തും. ഡിസംബർ 3 ശേഷമേ ഇത് പ്രാവർത്തികമാക്കുകയുള്ളൂ. അതിനു മുമ്പായി തന്നെ ചർച്ച നടത്തി ഒരു തീരുമാനം വരും. ഈ തീരുമാനം അനുസരിച്ചിട്ടായിരിക്കും കരാർ വ്യവസ്ഥകളിൽ മാറ്റം വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം വരുന്നത്. അതനുസരിച്ച് തന്നെയായിരിക്കും തുടർ നടപടികളിലേക്ക് പോവുക. ഏതായാലും ഡിസംബർ 3 തന്നെ ഇത്തരത്തിൽ എല്ലാ കേന്ദ്രങ്ങളുമായി ചർച്ച നടത്തി ഒരു തീരുമാനം വന്ന് അതിനുശേഷമായിരിക്കും കരാറിന്റെ അന്തിമ തീരുമാനവുമായി മുന്നോട്ട് പോവുക എന്ന ഉറപ്പ് എല്ലാവരും പരസ്പരം നൽകി കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സമരം പിൻവലിച്ചിരിക്കുന്നത്. നാളെ രാവിലെ 8 മണിയോടുകൂടി തന്നെ തൊഴിലാളികളുമായി ഈ നടത്തിയ വിശദാംശങ്ങൾ തൊഴിലാളികളുമായി അറിയിക്കുമെന്നും ഈ കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം 8 മണിയോടുകൂടി തന്നെ ലോഡ് എടുക്കും എന്നുള്ളതാണ്. ഇന്ധനം നിലച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെ വളരെ വേഗത്തിൽ തന്നെ ലോഡ് പമ്പുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കുമെന്നുള്ള ഉറപ്പും ഈ സമരത്തിൽ ഏർപ്പെട്ടിരുന്നവർ നൽകിയിട്ടുണ്ട്. സുനിൽ അരുമാനൂർ, തിരുവനന്തപുരത്ത് നിന്ന്. ദൃശ്യമാധ്യമ പ്രവർത്തകരുടെ തൊഴിൽ സമയ ക്രമീകരണം ഉറപ്പുവരുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാനേജ്മെന്റുകൾ കൃത്യമായി ശമ്പളവും സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ടോ എന്ന് തൊഴിൽ വകുപ്പ് നിരീക്ഷിക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി.
ദൃശ്യമാധ്യമ പ്രവർത്തകരുടെ തൊഴിലവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത വീണ ജോർജ് MLA ആണ് ശ്രദ്ധ ക്ഷണിക്കലായി സഭയിൽ ഉന്നയിച്ചത്. ദൃശ്യമാധ്യമ രംഗത്ത് തൊഴിൽ അരക്ഷിതാവസ്ഥയുള്ളതായി നിലവിൽ പരാതികളൊന്നും ലഭിച്ചിട്ടില്ല. എന്നാൽ വേതനവും ജോലി സമയ ക്രമീകരണവും കൃത്യമല്ലെന്ന ആക്ഷേപമുള്ളതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. ദൃശ്യമാധ്യമ പ്രവർത്തകരുടെ തൊഴിൽ സമയ ക്രമീകരണം ഉറപ്പുവരുത്തും. മാനേജ്മെന്റുകൾ കൃത്യമായി ശമ്പളവും സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ടോയെന്ന് തൊഴിൽ വകുപ്പ് നിരീക്ഷിക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. മാധ്യമങ്ങളിൽ കൃത്യമായ സമയക്രമീകരണം ഏർപ്പെടുത്തുന്ന കാര്യം ഗൗരവമായി പരിഗണിക്കേണ്ടതുണ്ട്. മാധ്യമ സ്ഥാപനങ്ങൾക്ക് തൊഴിൽ നിയമപ്രകാരവും മനുഷ്യത്വപരമായും ഉത്തരവാദിത്വമുണ്ട്. സർ, മാധ്യമ സ്ഥാപനങ്ങളിലെ തൊഴിൽ, വേതനം എന്നിവ സംബന്ധിച്ച് തൊഴിൽ വകുപ്പിൻ്റെ കാര്യക്ഷമമായ നിരീക്ഷണത്തിന് സംവിധാനമൊരുക്കും. ദൃശ്യമാധ്യമ പ്രവർത്തകർക്ക് വേജ് ബോർഡ് നിലവിലില്ല. തൊഴിൽപരമായും മനുഷ്യത്വപരമായും ഉള്ള സംരക്ഷണം ഇവർക്ക് ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായി പറഞ്ഞു. ദൃശ്യമാധ്യമ പ്രവർത്തകരുടെ തൊഴിലവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ച വിഷയം വീണ ജോർജാണ് സഭയിൽ ഉന്നയിച്ചത്. വലിയ രീതിയിലുള്ള അസമത്വങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഒരു വിദഗ്ധ സമിതിയെ കൊണ്ട് ഈ ദൃശ്യമാധ്യമ രംഗത്തെ പ്രശ്നങ്ങൾ പഠിക്കണം. അതിനായിട്ടൊരു സമിതിയെ നിയോഗിക്കണം. വർക്കിംഗ് ജേർണലിസ്റ്റ് ആക്ടിന്റെ പരിധിയിൽ മാധ്യമപ്രവർത്തകരെയും കൊണ്ടുവരണമെന്നും വീണ ജോർജ് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഗുണ്ടാ ആക്രമണം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് സഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. PT തോമസ് MLA ആണ് നോട്ടീസ് നൽകിയത്. ഗുണ്ടാ ആക്രമണങ്ങൾക്കെതിരെ സർക്കാർ കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സംസ്ഥാനത്ത് കൊട്ടേഷൻ സംഘങ്ങളുടെയും ഗുണ്ടാ മാഫിയകളുടെയും വിളയാട്ടവും അക്രമവും വർദ്ധിച്ചു വരുന്നുവെന്ന വിഷയം ചർച്ച ചെയ്യണമെന്ന് PT തോമസാണ് അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ ആവശ്യപ്പെട്ടത്. കൊച്ചി ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ഗുണ്ടാ സംഘങ്ങൾ വിളയാടുന്നു. പോലീസ് ഗുണ്ടാ മാഫിയ ബന്ധം ശക്തമാകുന്നു. ഇക്കാര്യത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും PT തോമസ് ആവശ്യപ്പെട്ടു. ഗുണ്ടകൾക്ക് രാഷ്ട്രീയ സംരക്ഷണം ലഭിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. എന്നാൽ ഗുണ്ടാ സംഘങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിയമ നടപടി സർക്കാർ സ്വീകരിച്ചു വരികയാണെന്ന് നോട്ടീസിന് മറുപടിയായി മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. സംസ്ഥാനത്ത് നിലനിൽക്കുന്ന പ്രത്യേക രീതി അവസാനിപ്പിക്കും. പോലീസ് ഗുണ്ടാ ബന്ധത്തിന് തെളിവില്ല. ഗുണ്ടാ സംഘങ്ങളെ നിലയ്ക്ക് നിർത്തുമെന്നും ഇതിനകത്ത് രാഷ്ട്രീയ പ്രശ്നം വരുന്നില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. ആ ഗുണ്ടാ സംഘങ്ങളെ നിലക്ക് നിർത്തുക തന്നെ ചെയ്യും. അക്കാര്യത്തിൽ ഇതിലൊന്നും രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമില്ല സർ. ഇത് നമ്മുടെ നാടിനാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ പറഞ്ഞ തരത്തിൽ അതിഗുരുതരമായ പ്രശ്നമായിട്ട് തന്നെയാണ് സംസ്ഥാന ഗവൺമെൻറ് ഇതിനെ കാണുന്നത്. ഇതിനകം തന്നെ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചില കേസുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഘട്ടത്തിൽ തന്നെ ഗൗരവമായ നടപടി വേണമെന്നും പറഞ്ഞിട്ടുണ്ട്. പരസ്യമായി അതൊന്നും മറ്റു തരത്തിൽ വന്നില്ല. ഇത് മാത്രമേ അങ്ങനെ വന്നുള്ളൂ എന്ന് മാത്രം. എന്നാൽ അതിലെല്ലാം നടപടികളുണ്ടായിട്ടുണ്ട്. എല്ലാം കൂടി ഒന്നിച്ച് ഒരു ഗൗരവമായ അന്വേഷണം വേണമെങ്കിൽ ആ അന്വേഷണവും നടത്താൻ ഈ സർക്കാർ തയ്യാറാണ്. ഗുണ്ടകൾക്ക് സർക്കാർ സംരക്ഷണ കവചം ഒരുക്കുകയില്ലെന്നും വിഷയം ചർച്ച ചെയ്യേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയ ചർച്ച നിഷേധിച്ചു. കേരളം തിരുട്ടുഗ്രാമമായി മാറിയിരിക്കുന്നുവെന്നും ഗുണ്ടാ പോലീസ് ബന്ധമുള്ളതിനാൽ ജനങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ലെന്നും പിന്നീട് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. വിഷയം ചർച്ച ചെയ്യാത്തതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ വാക്കൌട്ട് നടത്തി. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.